പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക് എന്ന് പറയുന്ന പാഠഭാഗത്തിലെ 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാഠഭാഗത്തിലെ ചോദ്യങ്ങളാണ്. ഇത് പാർട്ട് 3 വീഡിയോ ആണ്. പാർട്ട് 1ലും 2ലും ആയിട്ട് ഇതിന് മുന്നത്തെ ചാപ്റ്ററും ഒന്നാമത്തെ പാഠഭാഗവും അതേപോലെ ഈ പാഠഭാഗത്തിന്റെ തന്നെ പകുതിയോളം ചോദ്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി കുറച്ച് ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. അതാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം തിയോസഫിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപകർ ആരൊക്കെയാണെന്നാണ്. ഉത്തരം മാഡം ബ്ലാവിറ്റ്സ്കിയും അതേപോലെ കേണൽ ഓൾക്കോട്ടുമാണ്. മാഡം ബ്ലാവിറ്റ്സ്കി അതേപോലെ കേണൽ ഓൾക്കോട്ട് തിയോസഫിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപകരാണിവർ. അടുത്ത ചോദ്യം ഹിതകാരിണി സമാജം സ്ഥാപിച്ചത് ആരാണ്? ഹിതകാരിണി സമാജം വീരേശലിംഗം പന്തുലു ആണ് സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പൊ ഈ പാഠഭാഗത്തിൽ ഒരു ടേബിൾ ഉണ്ട്. സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അതേപോലെ അതിന്റെ സ്ഥാപകരും. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗാണ്. ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാൻ. തിയോസഫിക്കൽ സൊസൈറ്റി മാഡം ബ്ലാവിറ്റ്സ്കി, കേണൽ ഓൾക്കോട്ട്. രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ. ഹിതകാരിണി സമാജം വീരേശലിംഗം പന്തുലു. സ്വാഭിമാന പ്രസ്ഥാനം ഇ.വി. രാമസ്വാമി നായ്ക്കർ. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ശ്രീനാരായണ ഗുരു. സ്വാതിജന പരിപാലന സംഘം അയ്യങ്കാളി. ചേരുംപടി ചേർക്കാനും അതേപോലെ തെറ്റായ ജോഡികൾ തിരഞ്ഞെടുക്കാനൊക്കെ ആയിട്ട് ചോദ്യങ്ങൾ വരാം. അപ്പോ ഈ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അവയുടെ സ്ഥാപകരും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സർ സി ശങ്കരൻ നായർ ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് INCയുടെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത്? സർ സി ശങ്കരൻ നായർ ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് INCയുടെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത്? അമരാവതി കോൺഗ്രസ് സമ്മേളനമാണ്. ഏത് വർഷമാണ്? 1897 അമരാവതി കോൺഗ്രസ് സമ്മേളനം. അടുത്ത ചോദ്യം ഐക്യ ബംഗാൾ ഒരു ശക്തിയാണ്. ബംഗാൾ വിഭജിക്കപ്പെട്ടാൽ ശക്തിക്ഷയമുണ്ടാകും എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഐക്യ ബംഗാൾ ഒരു ശക്തിയാണ്. ബംഗാൾ വിഭജിക്കപ്പെട്ടാൽ ശക്തിക്ഷയമുണ്ടാകും എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഉത്തരം H.H. റിസ്ലെ ആണ് ഇങ്ങനെയൊരു അഭിപ്രായം മുന്നോട്ട് വെച്ചത്. ഇദ്ദേഹം ഇന്ത്യയുടെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്നു. ആ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്നു. ഐക്യ ബംഗാൾ ഒരു ശക്തിയാണ്. ബംഗാൾ വിഭജിക്കപ്പെട്ടാൽ ശക്തിക്ഷയമുണ്ടാകും. അടുത്ത ചോദ്യം ബംഗാൾ വിഭജനം നിലവിൽ വന്നത് എന്നാണ്. ബംഗാൾ വിഭജനം നിലവിൽ വന്നത് 1905 ഒക്ടോബർ 16-നാണ്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമരങ്ങളെ ദുർബലപ്പെടുത്താൻ ബ്രിട്ടീഷ് അധികാരികൾ പലതരം തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു. അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു ബംഗാൾ വിഭജനം. നിലവിലുള്ള ബംഗാൾ പ്രവിശ്യ വിസ്തൃതമാണെന്നും കാര്യക്ഷമമായിട്ടുള്ള ഭരണനിർവഹണത്തിന് വിഭജനം അനിവാര്യമാണെന്നും ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന കഴ്സൺ പ്രഭു വാദിച്ചു. 1905 ഒക്ടോബർ 16-ന് ഈ വിഭജനം നിലവിൽ വന്നു. ഈ ദിവസം ബംഗാളിലുടനീളം ദുഃഖാചരണം നടന്നു. കൽക്കത്തയിൽ ഹർത്താൽ ആചരിച്ചു. രവീന്ദ്രനാഥ ടാഗോർ രചിച്ച അമർ സോണാർ ബംഗ്ല എന്ന ദേശഭക്തി ഗാനവും ആലപിച്ചുകൊണ്ട് ജനങ്ങൾ തെരുവുകളിൽ സംഘടിച്ചു. ഈ പ്രതിഷേധങ്ങൾ ഒരു വലിയ സമരമായി മാറി. ഇതാണ് സ്വദേശി പ്രസ്ഥാനം എന്ന് അറിയപ്പെട്ടത്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തമായ ഒരു കുതിച്ചുചാട്ടം ഉണ്ടായത് സ്വദേശി പ്രസ്ഥാനത്തോടു കൂടിയാണ്. സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ബംഗാൾ കെമിക്കൽ സ്റ്റോർ ആരംഭിച്ചത് ആരാണ്? സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ബംഗാൾ കെമിക്കൽ സ്റ്റോർ ആരംഭിച്ചത് ആചാര്യ PC റോയ് ആണ്. ആചാര്യ PC റോയ്. സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് സമരത്തിന്റെ ഭാഗമായി രൂപം കൊണ്ട മറ്റ് പ്രസ്ഥാനങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. രവീന്ദ്രനാഥ ടാഗോർ തുടക്കമിട്ട സ്വദേശി സ്റ്റോർ, അതേപോലെ വി ചിദംബരം പിള്ളയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി, ജാംഷഡ്ജി ടാറ്റ സ്ഥാപിച്ച സ്റ്റീൽ ഫാക്ടറി എന്നിവയും സ്വദേശി സമരത്തിന്റെ ഭാഗമായി രൂപം കൊണ്ടവയാണ്. കരുത്തിന്റെ നാളുകളിൽ സ്വദേശി പ്രസ്ഥാനം നമ്മുടെ ഗാർഹിക ജീവിതത്തിന്റെ മുഴുവൻ പ്രതലത്തിനും നിറം ചാർത്തി. ഇത് അഭിപ്രായപ്പെട്ടത് ആരാണ്? കരുത്തിന്റെ നാളുകളിൽ സ്വദേശി പ്രസ്ഥാനം നമ്മുടെ ഗാർഹിക ജീവിതത്തിന്റെ മുഴുവൻ പ്രതലത്തിനും നിറം ചാർത്തി. അഭിപ്രായപ്പെട്ടത് സുരേന്ദ്രനാഥ ബാനർജി ആയിരുന്നു. സർവേന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിതമായത് 1906-ലാണ്. മിന്റോ മോർലി പരിഷ്കരണം നടപ്പിലാക്കിയത് എന്നാണ്? മിന്റോ മോർലി പരിഷ്കരണം നടപ്പിലാക്കിയത് എന്നാണ്? 1909-ലാണ് മിന്റോ മോർലി പരിഷ്കരണം നടപ്പിലാക്കിയത്. ഈ പരിഷ്കാരത്തിലെ പ്രധാന വ്യവസ്ഥകളാണ് മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലം ഏർപ്പെടുത്തുക, നിയമനിർമ്മാണ സഭകളുടെ പ്രവർത്തനവും അധികാരങ്ങളും വിപുലപ്പെടുത്തുക. 1909-ലാണ് മിന്റോ മോർലി പരിഷ്കരണം. അടുത്ത ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷയായ ആദ്യ വനിത ആരാണ്?
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷയായ ആദ്യ വനിതയാണ് ആനി ബസന്റ്. 1917 കൽക്കട്ട സമ്മേളനത്തിനാണ് ആനി ബസന്റ് അധ്യക്ഷയായിട്ട് ഉണ്ടായിരുന്നത്. അടുത്ത ചോദ്യം, മിതവാദികളും തീവ്രദേശീയവാദികളും ഐക്യപ്പെടാനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സർവ്വേന്ത്യ മുസ്ലിം ലീഗും ഒരുമിച്ച് പ്രവർത്തിക്കാനും തീരുമാനിച്ച സമ്മേളനം ഏതാണ്? മിതവാദികളും തീവ്രദേശീയവാദികളും ഐക്യപ്പെടാനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും സർവ്വേന്ത്യ മുസ്ലിം ലീഗും ഒരുമിച്ച് പ്രവർത്തിക്കുവാനും തീരുമാനിച്ച സമ്മേളനം ഏതാണ്? ഉത്തരം 1916 ലക്നൗ കോൺഗ്രസ് സമ്മേളനം. യുഗാന്തർ പാർട്ടി സ്ഥാപിച്ചത് ആരാണ്? യുഗാന്തർ പാർട്ടി സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം റാഷ് ബിഹാരി ബോസും ഖുദിറാം ബോസുമാണ് യുഗാന്തർ പാർട്ടി സ്ഥാപിച്ചത്. മറ്റ് രാഷ്ട്രീയ വിപ്ലവ സംഘടനകളും അതേപോലെ സ്ഥലം, നേതൃത്വം എന്നിവയും കൊടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് നോക്കാം. അനുശീലൻ സമിതി, സ്ഥലം ബംഗാളാണ്. നേതൃത്വം നൽകിയത് സജീന്ദ്രനാഥ് സന്യാലും അരബിന്ദ് ഘോഷുമാണ്. അനുശീലൻ സമിതി ബംഗാൾ, സജീന്ദ്രനാഥ് സന്യാൽ അതേപോലെ അരബിന്ദ് ഘോഷ് എന്നിവർ ചേർന്നിട്ടാണ് ഈ ഒരു വിപ്ലവ പ്രസ്ഥാനത്തിന് സംഘടനയ്ക്ക് നേതൃത്വം നൽകിയത്. ഭാരത് മാതാ അസോസിയേഷൻ മദ്രാസ് ആണ് സ്ഥലം. അതേപോലെ നീലകണ്ഠ ബ്രഹ്മചാരിയും വാഞ്ചി അയ്യർ, അജിത് സിംഗ് എന്നിവരാണ് ഈ ഒരു വിപ്ലവ സംഘടനയ്ക്ക് നേതൃത്വം നൽകിയത്. യുഗാന്തർ പാർട്ടി ബംഗാൾ, റാഷ് ബിഹാരി ബോസും ഖുദിറാം ബോസും. ഗദർ പാർട്ടി അമേരിക്ക, ലാല ഹർദയാൽ. ഗദർ പാർട്ടി അമേരിക്കയാണ് സ്ഥലം. നേതൃത്വം നൽകിയത് ലാല ഹർദയാൽ ആണ്. ഇത്രയും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയും ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 1-2 ചാപ്റ്ററുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവര് ഈ വീഡിയോ മുഴുവനായിട്ടും 3 പാർട്ടായിട്ടാണ് ചെയ്തിട്ടുള്ളത്. 3 വീഡിയോയും കാണുക, ചോദ്യങ്ങൾ മനസ്സിലാക്കുക, പഠിക്കുക. വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.